മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു ആൻഡ് വാട്ട് ദേ വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം ഈ പേഴ്സൺ ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, യു മെയ്ഡ് മീ റിയലൈസ് മൈ ഫ്ലോസ് എന്നുള്ളതാണ്. അവരുടെ തെറ്റായ വശങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളും ഈ പേഴ്സണുമായിട്ട് ഒരു സെപ്പറേഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ അവരിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ ഒരു ഏകാന്തതയിലൂടെ അവരെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ തന്നെ ഷാഡോ സൈഡ് അവർ തിരിച്ചറിയാനായിട്ട് ഇടയാക്കുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് ഫസ്റ്റ് അവർ തന്നുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഐ വിഷ് ദിസ് നെവർ ഹാപ്പൺ. ഒരിക്കലും ഇങ്ങനൊരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പാടില്ലായിരുന്നു എന്നോർത്ത് അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു സംഭാഷണം കേൾക്കാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ വോയിസ് അത്രത്തോളം അവർ മിസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സാമീപ്യം അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അവരുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ തെറ്റുകൾ തിരുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ മുന്നിൽ തെറ്റുകൾ ഏറ്റു പറയാനായിട്ടും, അല്ലെങ്കിൽ ഒരു തവണ നിങ്ങളെ മീറ്റ് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനായിട്ടും ഒക്കെയും ഈ വ്യക്തി ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഈ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് മറക്കാൻ പറ്റാത്ത ഒരു വേർപാടാണെന്നാണ് അവർ ഓർമ്മപ്പെടുത്തുന്നത്. അതായത് ഈ സെപ്പറേഷൻ കാരണം അവരുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ടായി. അവരൊരുപാട് ജീവിത പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങളുടെ മുന്നിൽ അവർ കുറച്ചുകൂടി എക്സ്പ്രസീവ് ആയിരുന്നു എങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അവർ പലപ്പോഴും നിങ്ങളുടെ മുന്നിൽ തുറന്നു പറയാൻ വന്ന പല കാര്യങ്ങളും അവരുടെ മടി കൊണ്ട്, അല്ലെങ്കിൽ അവരെന്തോ ചില കാര്യങ്ങൾ ഓർത്തുകൊണ്ട് അത് പറയാതിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു ഹോൾഡിംഗ് ബാക്ക് സിറ്റുവേഷൻ അവർക്കും നിങ്ങൾക്കും ഇടയിൽ ഉണ്ടായി. അവർ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തു എന്നൊക്കെ അവർ ഇപ്പോൾ പറയുന്നുണ്ട്. അതിൻ്റെ ഒക്കെ കാരണമാണിപ്പോൾ ഈ ഒരു സെപ്പറേഷനിൽ എത്തി നിൽക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ഒരു പക്ഷേ നിങ്ങളോട് തുറന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം ക്രിയേറ്റ് ആകുമായിരുന്നില്ല. അവരുടെ ലൈഫിൽ ഓൾറെഡി കുറേ അധികം റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള കുറച്ച് വ്യക്തികളെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കാണുന്നുണ്ട്. ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ട് പലർക്കും അവരുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ആവുന്നുണ്ട്. അത് വളരെ കുറച്ച് പേരുടെ എനർജീസാണ്. അപ്പോൾ അവരുടെ ലൈഫിൽ അവർക്ക് ഓൾറെഡി ഉള്ള കമ്മിറ്റ്മെൻറ്റ്സ് നിലനിർത്താനായിട്ടുള്ള ശ്രമങ്ങളിൽ ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ സംഭവിച്ചു എന്നും പറയുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ആൻഡ് ഐ ഡോണ്ട് നോ ഇഫ് വി വിൽ എവർ ചേഞ്ച്. ഓക്കെ, ചില ഹാബിറ്റ്സുകൾ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്തതായിട്ടുണ്ട് അവരുടെ ലൈഫിൽ എന്ന് പറയുന്നുണ്ട്. അവർക്ക് അവരുടെ ചില ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഹാബിറ്റ്സിന് ചേഞ്ച് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നവർക്ക് കൺഫ്യൂഷനാണെന്നാണ് പറയുന്നത്. ആൻഡ് ഒരിക്കലും ഇനി മറ്റൊന്നിൻ്റെയും പിന്നാലെ പോകില്ല. നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ടൊരു പേഴ്സണാണ്, അല്ലെങ്കിൽ അവരുടെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു റണ്ണർ എനർജിയിലേക്ക് അവർ മൂവ് ചെയ്യില്ല എന്നുള്ളതാണ്. അവരൊരിക്കലും ഒന്നിൻ്റെയും പിന്നാലെ പോകില്ല എന്നുള്ളതാണ് അവരിവിടെ തുറന്നു പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് നൽകാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത് അവരുടെ ഒരു പരാജയമായിട്ട് അവർ പറയുകയാണ്. ആൻഡ് പല സത്യങ്ങളും നിങ്ങളിൽ നിന്ന് അവർ ഒളിച്ചു വെച്ചു. ഒരു പക്ഷേ നിങ്ങളോടത് റിവീൽ ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോഴും ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. ഈ ഒരു കാര്യമാണ് റിപ്പീറ്റായിട്ട് നമുക്ക് ഈ മെസ്സേജിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു തകർച്ച ഫീൽ ചെയ്യണം. ലൈഫ് തന്നെ ആകെ തകർന്നു പോയ പോലെ അവർക്ക് ഫീൽ ചെയ്യണം. നിങ്ങൾക്കും ഈ ഒരു സെയിം ഫീലിംഗ് ഉണ്ടാവാം. ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ എല്ലാമായിരുന്നു എന്ന് ചിന്തിച്ച വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ വ്യക്തിയോട് തുറന്നു പറഞ്ഞിരുന്നു. നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരിക്കലും ഈ വ്യക്തി ഇങ്ങനെ പെട്ടെന്നൊരു സെപ്പറേഷനിൽ പോകില്ല എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്.
ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ഷൻ ഫിക്സ് ചെയ്യണമെന്ന് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണുന്നുണ്ട്. അതാണ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു അവസരങ്ങളൊന്നും തന്നെ അവർ യൂസ് ചെയ്തില്ല. മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഐ ഡിഡൻറ്റ് ആക്ട് വെൻ ഐ ഷുഡ് ഹാവ്. ഓക്കെ, അവർക്കൊരു അവസരം ഉണ്ടായിരുന്ന സമയത്ത് അവരൊരു ആക്ഷനും എടുത്തിട്ടില്ല എന്നുള്ളത് അവരിപ്പോൾ അത് ഓർത്തവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ തെറ്റുകൾക്കും അവർ നിങ്ങളോട് ഫർഗീവ്നെസ് ആവശ്യപ്പെടുകയാണ്. അവർ നിങ്ങളോട് സോറി പറയുകയാണ്. നിങ്ങളുടെ മുന്നിൽ എല്ലാ കാര്യങ്ങളും ഒരു കുമ്പസാരം പോലെ പറയുകയാണ്. അവരുടെ തെറ്റുകൾ അവർ സമ്മതിക്കുന്നുണ്ട്. ഒരു പക്ഷെ നിങ്ങൾ ഇനി നെക്സ്റ്റ് ഒരു മീറ്റിങ്ങിൽ അവരെ നിങ്ങളോട് ഇത്തരത്തിൽ ഒരു സംഭാഷണത്തിലേക്ക് നിങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ആൻഡ് ദ ലെസൺസ് ഐ ലേൺ ഫ്രം അസ് വിൽ നെവർ ബി ഫർഗോട്ടൺ. ഒരിക്കലും ഈ ഒരു സിറ്റുവേഷനിൽ കാരണം ഉണ്ടായ ലൈഫ് ലെസൺസ് അവർക്ക് മറക്കാൻ പറ്റുന്നതല്ല. നിങ്ങളും ഈ പേഴ്സണുമായിട്ട് ഒരു സോൾ കോൺട്രാക്റ്റ് പോലെ ഉണ്ട് എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് ഇപ്പോഴും. ആൻഡ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഐ വിഷ് യു അണ്ടർസ്റ്റുഡ് ഹൗ ഐ ഫീൽ. നിങ്ങൾ അവരുടെ ഫീലിങ്സും കൂടി മനസ്സിലാക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് കൂടി നിങ്ങൾ പല കാര്യങ്ങളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നവർ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ. ആൻഡ് ഇത് ഇപ്പോൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ടെങ്കിലും ഈ വ്യക്തി ചില സാഹചര്യങ്ങളെയും ഭയപ്പെടുന്നുണ്ട്, ഗോസിപ്പുകളെ ഭയപ്പെടുന്നുണ്ട്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ എന്ത് പറയും, അത്തരത്തിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഐ സീ യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി. ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് അവർ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് ആ ഒരു സമയത്തൊക്കെ ഈ വ്യക്തിയോട് പറയാൻ ആഗ്രഹിച്ചിരുന്നത്, ഇവർക്ക് നിങ്ങളുടെ വാല്യൂ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഐ ലെഫ്റ്റ് വെൻ തിങ്സ് ഗോട്ട് ഹാർഡ്. ഒരുപാട് നിങ്ങൾക്ക് ഒരാളുടെ ആവശ്യം ഉണ്ടായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു മെൻ്റൽ സപ്പോർട്ട് ആവശ്യം ഉണ്ടായിരുന്ന സമയത്ത് ഒരു എസ്കേപ്പിസം അവരവിടെ നടത്തിയതായിട്ടാണ് അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് അവരുടെ സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ അവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുവിധം ഓക്കെ ആയേനെ. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾക്ക് ഈ വ്യക്തി അക്സെപ്റ്റ് ചെയ്യാൻ ഇതുവരെ മനസ്സുകൊണ്ട് സാധിക്കുന്നില്ല. പക്ഷേ ഈ വ്യക്തി നിങ്ങൾക്ക് മറക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ കടന്നു പോകുന്നത്. സോ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ആലോചിച്ചതിന് ശേഷം തീരുമാനങ്ങൾ എടുക്കാം. വളരെ പെട്ടെന്ന് ഡിസൈഡ് ചെയ്യാനുള്ളതല്ല ഒരു കാര്യങ്ങളും ലൈഫിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ റിലേഷൻഷിപ്പ് കാര്യങ്ങളാണെങ്കിൽ പോലും, നിങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു പേഴ്സൺ ആണെങ്കിൽ പോലും അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു തെറ്റ് ചെയ്തപ്പോൾ അത് വെച്ചിട്ട് അവരെ ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പാടില്ല. ഓക്കെ, അവരുടെ കാര്യങ്ങൾ പാസ്റ്റിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ കൂടി ചിന്തിച്ചിട്ട് നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്നൊരു മെസ്സേജ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.